രണ്ട് ദിവസം മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങി കളിക്കാൻ കുട്ടികൾ ഇങ്ങോട്ട് കുടുങ്ങി നിൽക്കണം. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഒന്നിപ്പോൾ മഴയെ പെയ്തിട്ടില്ല പകൽ. ഇനി രാത്രി എന്താ നമുക്ക് അറിയില്ല. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ നമ്മൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, അടുക്കള പണി എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അടുക്കളയിൽ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയത് കിഴങ്ങും ചിക്കനൊക്കെ വെച്ചാണ് നല്ല കറി ഉണ്ടാക്കിയിരുന്നു. പിന്നെ പപ്പടം, ചമ്മന്തി, അച്ചാർ, മാങ്ങനോട് അച്ചാർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കി. പിന്നെ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പുറത്ത് കളിക്കാൻ നല്ല സന്തോഷമുള്ളൊരു ദിവസം കൂടെ ആട്ടെന്ന്. 2-3 ദിവസം മഴ നിൽക്കാതെ പെയ്തപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്ന് കളിക്കുന്നു. ഇപ്പോൾ അത് കുഴപ്പമില്ല, കുട്ടികളൊക്കെ പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങി. മഴയാണെങ്കിൽ അങ്ങനെയല്ലേ, പുറത്തിറങ്ങാൻ തന്നെ മടിയാണ്. പിന്നെ 2 ദിവസമായിട്ട് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. തണുപ്പൊക്കെ ഇങ്ങോട്ട് വിട്ടിപ്പോൾ പഴയ പോലെ ചൂടുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച് വന്നതാണ് കേട്ടോ. കൂട്ടുകാർക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ബോറടിക്കണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ചില കൂട്ടുകാർ പറയുന്നുണ്ട് ഇതെന്താ പ്രസംഗമാണോ ചോദിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ പ്രസംഗം കേട്ടിരിക്കണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പ്രസംഗമാണെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ കൈമ്മലൊരു വള ഉണ്ടായിരുന്നു കേട്ടോ, സ്വർണ്ണവളം എന്നല്ല കേട്ടോ, സാധാ ഫാൻസി വളം തന്നെയായിരുന്നു. അത് സൂര്യമോള് നോക്കട്ടെ അറിഞ്ഞങ്ങോട്ട് എടുത്തതായിരുന്നു. പിന്നെ അത് എവിടെയോ കൊണ്ടുപോയിട്ടാണ് ആ വളം, പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. എന്താ അപ്പം ഞാൻ ഒഴിഞ്ഞിങ്ങോട്ട് പോന്നൊക്കെയാണ്. അവിടെ ഫോണിൻ്റെ ടി വിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങോട്ട് ഒഴിഞ്ഞ് പോന്നൊക്കെ. ഞാൻ സാധാ ഇവിടെ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി വരില്ല. അപ്പം അങ്ങനെ വന്നു. ഞാനിപ്പോൾ നമ്മളെ കൂട്ടുകാരോണ്ട് എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും വലിയ കാര്യങ്ങൾ നമ്മളെ കൂട്ടുകാരോട് പറയലുണ്ട്. അപ്പോൾ കൂട്ടുകാരോണ്ട് മാത്രമല്ല കേട്ടോ, ഞാൻ വീട്ടിൽ ഇവിടെ ഒക്കെ പറയലുണ്ട്. എന്നാലും നമ്മൾ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ എങ്ങോട്ടേലും പോകുമ്പോൾ വീഡിയോ എടുക്കുക ഒക്കെ നമ്മളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യലുണ്ടല്ലോ. അപ്പം ഞാനിതും കൂടെ ഒന്ന് പറയാൻ വിചാരിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് വിരുന്ന് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. ഇന്ന് വീട്ടിൽ പോകണമെന്ന് കരുതി നിൽക്കുന്നു കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ വീട്ടിലിപ്പോൾ ആളില്ല. വീട്ടിൽ പറഞ്ഞാൽ ഇവിടെ ആളില്ല. ഇവിടെ ആളില്ല എന്നല്ല, അടുക്കളയിൽ നിൽക്കാൻ ആളില്ല. ചേച്ചിക്ക് ഈ ഷുഗർ കൂടിയോണ്ട് വയറുവേദന ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി അങ്ങനെ അടുക്കളയിൽ പണിയെടുക്കില്ല. അടുക്കളയിൽ പണിയെടുക്കുന്നത് ഞാൻ, ഐശ്വര്യ, പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛനും രാജുവൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാട്ടോ. അവർക്കൊന്നും അടുക്കളയിൽ പണിയെടുക്കാൻ വലിയ മടിയുള്ള ആൾക്കാരൊന്നല്ല. എന്നാലും ചേച്ചി ഇപ്പോൾ ഒരു പണിയെടുക്കാത്തതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ ഫുള്ള് നമ്മൾ അടുക്കളയിൽ പണിയെടുക്കും. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നല്ല കേട്ടോ. സുഖമായിട്ടില്ലേ ചോദിച്ചാൽ സുഖമായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ സാധാ പോലെയാണ്. പക്ഷെ പണിയെടുക്കൽ തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പം ഇന്ന് വീട്ടിൽ പോകണം വിചാരിച്ചു. അമ്മനോട് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ വരൻ്റെ അമ്മ. ഞാൻ 2 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞു മിഞ്ഞാന്ന് ഞാൻ വരണ്ടിരുന്നു. പക്ഷേ ഞാൻ ഐശ്വര്യ ഇവിടെ അല്ല, അതാണ്. ഐശ്വര്യ വീട്ടിൽ പോയിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഞാൻ ഓളോട് പോയപ്പോഴേ പറഞ്ഞിരുന്നു ഞാൻ ഈ സ്കൂൾ തുറക്കുകയല്ല ഐശ്വര്യ, അപ്പോൾ ഞാൻ എന്നെ വിളിക്കണ്ട്, അപ്പോൾ ഈ വരണം കേട്ടോ, എനിക്ക് 2 ദിവസം അവിടെ പോയി നിൽക്കാൻ വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കൊന്ന് മെസ്സേജ് അയച്ചിരുന്നു, ഈ വരുമോ 2 ദിവസം, ഞാൻ വീട്ടിൽ പോയി നിൽക്കട്ടെ, ഈ വരുമോ ചോദിച്ചിരുന്നു. അപ്പോൾ ഓള് 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. ഓക്കിപ്പോൾ പറ്റൂല, വരാൻ പറ്റൂല, 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കാൻ ഇന്നിപ്പോൾ 21-ാം തീയതി ആയി. നാളെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരാഴ്ചയിലേറെയില്ല, ഒരാഴ്ച കണക്കാക്കുക, ഒരാഴ്ച ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ എടുത്തോ. കുട്ടികളറിയില്ല, വിഷ്ണു സൂര്യമോളെ പിന്നെ അംഗൻവാടിയിൽ തന്നെ ആക്കിയത്. ഓക്ക് ജൂലൈക്ക് 4 ആവുള്ളൂ. ജൂലൈ വരണം 4 വയസ്സാവാൻ. അപ്പോൾ ജൂലൈ ലാസ്റ്റിക്ക്. അപ്പോൾ ഓളെ LKG ചേർക്കുക, LKG UKG ചേർത്താൻ വേണ്ടി ചേർത്തണം എന്ന് കരുതിയിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയില്ല, ഞാൻ ചേർത്തില്ല. ഞാൻ അടുത്ത കൊല്ലം ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഓളപ്പോൾ ഉള്ള 2 കുട്ടികളുണ്ട്. ഒന്ന് നാത്തൂൻ്റെ കുട്ടി, കുട്ടിയും പിന്നെ ഒന്ന് വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി. ഓല് ആക്കണില്ല, ഓലെ വരുന്നെല്ലാം ചേർത്തായിരുന്നു. അപ്പോൾ അംഗൻവാടിയിൽ ടീച്ചറും പറഞ്ഞു ഇപ്പം തന്നെ ആക്കണ്ടടി, ചെറിയ കുഞ്ഞു കുട്ടികളല്ലേ, കുറച്ച് അത് കഴിഞ്ഞിട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ട്. കുറച്ച് കാരണം വരുന്നല്ലൊക്കെ ചേർത്താൽ ഒരു 4.5 ആയിക്കോട്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു 4.5 വയസ്സിലൊക്കെ ചേർത്താന്ന്. ഇപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകണ ആളല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളിവിടെ വീട്ടിലുള്ളതുകൊണ്ട് കുട്ടികളെ അതിലൊക്കെ ചേർത്തിയാൽ മതി. ജോലിക്കൊക്കെ പോകണവർക്കൊക്കെ തിരക്കാവും. പിന്നെ കുട്ടികൾ 4-ാം വയസ്സിൽ 3.5-ലൊക്കെ ചേർത്തുന്നവരും ഉണ്ട് കേട്ടോ. അതൊക്കെ സ്വാഭാവികം, അതൊക്കെ ഓലെ ഇഷ്ടം, ഓലെ അച്ഛൻ്റെ അമ്മേൻ്റെ ഓരോ ഇഷ്ടങ്ങൾ. അപ്പോൾ എനിക്ക്
4:30 ആവട്ടെ വിചാരിച്ച്. അതിൽ നിറച്ചളി. എന്താ 4:30 വയസ്സൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർത്താത്ത. ഞാനിതൊന്നല്ല പറഞ്ഞു വന്ന വിഷയം. ഞാൻ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ കരുതിയിരുന്നു. അപ്പോൾ സൂര്യമോളെ അംഗൻവാടിക്ക് എന്നെ ഇനി പറഞ്ഞേക്കണത് കേട്ടോ. ഓളൊപ്പം തുണക്കാർ ഇനി വരുന്ന കൊല്ലത്തേക്കാണ് ഓല LKG ഇപ്പോൾ ചേർത്തണേ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു, UKG ഒക്കെ. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകണമെന്ന് കരുതി നിൽക്കുന്നു. പക്ഷെ എന്ത് പറയാൻ, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. ഇവിടെ ആരുമില്ല. ഇവിടെ ഓല് ചേച്ചിയല്ലേ ഉള്ളൂ. പിന്നെ ചേച്ചിക്ക് പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഐശ്വര്യനോട് വരാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകണം. ഞാൻ ആണെങ്കിൽ അമ്മനോട് അച്ഛനോട് പറഞ്ഞു പോകുന്നതാണ്. അമ്മനോട് അച്ഛനോട് പറയല്ല, എനിക്ക് തന്നെ പോകണം. സ്കൂള് തുറന്നാൽ പിന്നെ പോക്ക് കണക്കേക്കാരം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോരും. അത് നമ്മൾ കൂട്ടുകാർക്ക് തന്നെ അറിയാം. കഴിഞ്ഞൊരു പ്രാവശ്യമാണ് ഞാൻ കുറേ ദിവസം പോകാതെ നിന്നത്. എന്നും വിളിക്കൂട്ടോ, എന്നാലും പോകാതെ നിന്നു. അതിനെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സൂര്യ അവിടെ നിൽക്കുഞ്ഞേ. അമ്മ അടുത്ത കസാര സ്റ്റൂളൊക്കെ കൊയിച്ചടിച്ചോ. അടക്ക്. അമ്മ അവിടെ പൂള പുഴുങ്ങി വെച്ചാണ്. പോയോക്ക്. മരച്ചീനി കപ്പ പുഴുങ്ങി വെച്ചാണ്. വൈകുന്നേരം സമയം വീഡിയോ എടുക്കുന്നത്. അമ്മ തരേ. അമ്മ ഇപ്പം വരെ ഒരു 5 മിനിറ്റ് കുഞ്ഞെ പ്ലീസ്. ഓള് ട്രൗസർ മാത്രം ഇട്ടിട്ടുള്ളൂ, കുപ്പായൊന്നും ഇട്ടിട്ടില്ല. ചൂടുമ്പോകായിട്ട് അങ്ങോട്ട് പോകല. അമ്മ വീഡിയോ ചെയ്യട്ടെ. ഇപ്പം വരെ ഞാൻ 2 ദിവസം ഞാൻ വീട്ടിൽ പോകണം പറഞ്ഞേന്നില്ലേ. അതിൻ്റെ ഇടയിലാണ് സൂര്യമോൾക്കും വിഷ്ണുവിനൊക്കെ പനി പിടിച്ചത്. പനി പിടിച്ച് കാരണം ഓരോന്ന് ഉണ്ടാവുക. ഇപ്പോൾ ചേച്ചിക്ക് അങ്ങനെ. ഇപ്പോൾ വിഷ്ണുവിൻ്റെ കാലിൻ്റെ അടി ഉണ്ടല്ലോ, കാലിൻ്റെ അടിയിൽ നടുക്കായിട്ടൊരു കല്ല് കുത്തിയായിരുന്നു. അപ്പോൾ അത് 2 ആഴ്ച മുന്നേ കേട്ടോ. അപ്പോൾ ഒന്നും കുഴപ്പമില്ല. എന്നാലും മുറി വേദന ഉണ്ടായിരുന്നു. ഓയിൽമെൻറ്റും പ്ലാസ്റ്ററൊക്കെ വെച്ച് അങ്ങനെ നടക്കും. പ്ലാസ്റ്റർ ഒട്ടിച്ച് നടക്കും. പിന്നെ ഇപ്പോൾ 2 ദിവസം മുന്നേ അടുപ്പിച്ച് നോക്കിയപ്പോൾ അത് പഴുപ്പ് വന്നേന്നു. എന്നിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അന്നാണെങ്കിൽ 2 ദിവസം മുന്നേ നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുറി പഴുത്തതിൻ്റെ ശേഷം പനി തുടങ്ങിയതാണ്. അങ്ങനെ ഓനെ കൊണ്ടുപോയി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാല് കെട്ടി കൊണ്ടുവന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കെട്ടി ആശുപത്രിയിൽ നിന്ന് തന്നെ കെട്ടി കൊണ്ടുവന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ സൂര്യമോൾക്കും പനി ജലദോഷം പിടിച്ചു. ഓൾക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓളതും അങ്ങനെ മാറിയിട്ട് അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരിക. അന്നേരം പണിയില്ലാഞ്ഞിട്ട് ഇപ്പോൾ വെട്ട് ഇനി തുടങ്ങിയിട്ട് വേണം, എന്നാലൊരു സമാധാനം നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ 2-3 ദിവസം വീഡിയോ ഇടാതെ നിന്നത് എനിക്ക് ഭയങ്കര ഇടങ്ങേറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് അതിന് ഒരു 2 ഉറുപ്പ്യ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ ഇട്ടേ മതിയാകൂ, സങ്കടം പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ തുടങ്ങി വീഡിയോ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങി. ഞാൻ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ സൂര്യമോള് വന്നപ്പോൾ ഓളെ അങ്ങോട്ട് കൊണ്ടാക്കി പോന്നു. ഓള് ഉറങ്ങിയിപ്പം നീച്ചിട്ടുള്ളൂ. അപ്പോൾ ഓള് പറഞ്ഞു, അമ്മേനേക്ക് ചായ തരണം പറഞ്ഞ് ഞാൻ ചായ പോക്ക് എടുത്തു കൊടുത്ത് പോന്നിക്കാണ്. ഓള് പിന്നെ എടുത്തു കൊടുത്ത ഒറ്റയ്ക്ക് തിന്നോളും. കപ്പ പുഴുങ്ങിയതും ചമ്മന്തി ഉണ്ട്, പിന്നെ ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒക്കെ വേണ്ട, വെറും ചായ വേണ്ട, വെള്ളം മതിയാണ്. ഓൾ അങ്ങനെ ചായ കുടിക്കലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല. ഭയങ്കര സങ്കടക്കര ഇടങ്ങേറ് നിന്നിട്ട് ഞാൻ അമ്മനെ വിളിച്ച് പറഞ്ഞു. അമ്മ ഈ കാര്യം പറഞ്ഞിട്ടില്ല, ഇവിടെ ആളില്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓള് വിരുന്ന് പോയ കാര്യമൊക്കെ പറഞ്ഞാണ്, അല്ലാതെ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം കൂടെ കഴിയട്ടെ, എന്നിട്ടാണ് പോവുക. എന്തായാലും ഇനിയിപ്പോൾ പോയൊക്കെ ഏറെ ഒരു 2 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. 2 ദിവസം പറഞ്ഞാൽ ഒരു 5-6 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. അതിലേറെ നിൽക്കാൻ പറ്റില്ല. കാരണം വിഷ്ണുവിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അപ്പോൾ അംഗൻവാടിക്കായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അങ്ങനെ പിന്നെ ഇപ്പോൾ മഴയാണ്. മഴ ആയി. ഇന്നിപ്പോൾ മഴക്കൊരു കുറവുണ്ട് കേട്ടോ. മഴ പെയ്തോട്ടെ, വെള്ളം ഇല്ലാത്തവർക്കൊക്കെ വെള്ളം കിട്ടട്ടെ. ഇത്ര കാലം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ പണിയും തുടങ്ങിയിട്ടില്ല. ഇവിടെ പണി തുടങ്ങിയിട്ടില്ല. പണി പറഞ്ഞാൽ കൂലിപ്പണിയാണ്, ടാപ്പിങ്ങാണ്. പണി തുടങ്ങിയിട്ടില്ല. മഴ പെയ്തൊന്ന് നിന്നാലേ ടാപ്പിങ് തുടങ്ങുകയുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് ഇടൽ അതൊക്കെ തുടങ്ങുമ്പോൾ നമുക്കൊരു ആശ്വാസം സമാധാനം ഉണ്ടാവുള്ളൂ. പണിയില്ലാതെ ഇങ്ങനെ പോയാൽ എന്താ അവസ്ഥയില്ല, പട്ടിണി നേക്കാരം. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ അടുക്കളയിൽ നിന്ന് വണ്ടി വരുന്ന വരവാണ്, എന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കും മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ എന്ന് പറഞ്ഞാൽ
എനിക്കൊന്നും വീട്ടിൽ പോകാൻ പൂതി ഒന്നുമില്ല. എനിക്ക് നാളെ കുറേ മുന്നേ ഒരു കമൻറ്റ് വന്നിരുന്നു, ഞാനെന്താ വീഡിയോ എടുക്കാൻ വീട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ പോയിട്ട് എന്നോട് ചോദിച്ചിരുന്നു, ഇജ്ജ് വീട്ടിലേക്ക് പോണത് അമ്മനെയും അച്ഛനെയും കാണാനല്ലേ, വെറുതെ വീഡിയോ എടുത്ത് ഇടാനാണോ പോണത് എന്ന്. ഞാൻ പോണിടത്തോളം, അതായത് ഞാൻ ഇപ്പം ഇനി ഒരു ഫാൻസിക്ക് പോകുകയാണെങ്കിലും ഇനിയിപ്പോൾ വണ്ടൂർക്ക് പോവുകയാണെങ്കിലും ഞാൻ കഴിയണതും വീഡിയോ എടുക്കാൻ ശ്രമിക്കലുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് വേണ്ടേ, അതുകൊണ്ട് കേട്ടോ. അത് നമ്മളെ ചില കൂട്ടുകാർ തെറ്റിദ്ധരിച്ചു. എല്ലാവരും ഞാൻ പറയില്ല കേട്ടോ. ഒരു കമൻറ്റ് കുറച്ച് ദിവസം മുന്നേ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ വീട്ടിലേക്ക് പോണതും എൻ്റെ അച്ഛനെയും അമ്മേനെയും ഞാൻ കണ്ട് വീഡിയോ ഇടുന്നതും അത് എൻ്റെ ഇഷ്ടമല്ലേ. പിന്നെ പറഞ്ഞാൽ അത് എൻ്റെ ഒരു തൊഴിലാണ്. തൊഴിൽ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതുമെന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ തൊഴിൽ തന്നെയാണ് കേട്ടോ. യൂട്യൂബ് ചാനൽ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിമുട്ടി വീഡിയോ ഇടുക. അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇതാ ഇവിടെ ആയിട്ട് ഞാൻ 2-3 ദിവസം വീഡിയോ ഇട്ടിട്ടില്ല. എന്നാലും വീഡിയോ ഇട്ടെങ്കിൽ എനിക്ക് ഇതൊന്നും വല്ലതും കിട്ടുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഇടൽ നിർബന്ധമാണ് ഇപ്പം എനിക്ക്. അതിപ്പം ഞാൻ ആരെങ്ങനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ സ്വന്തം അച്ഛനും അമ്മനെയും കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു സന്തോഷം വേറെ എന്താ ഉള്ളത്. പിന്നെ അവനവൻ്റെ വീട്ടിൽ ചെന്ന് 2 ദിവസം നിൽക്കുക എന്നുള്ള കാര്യത്തിൽ. പിന്നെ അച്ഛനും അമ്മയുള്ള കാലത്ത് നമുക്ക് നമ്മളെ സ്വന്തം വീട്ടിലൊരു സുഖം ഉണ്ടാവുള്ളൂ മക്കളെ. അതും കൂടെ ചിന്തിച്ച് പറയുമ്പോൾ അത്രയും നല്ലത് കേട്ടോ. അല്ലാതെ വെറുതെ കാര്യം അറിയാതെ വെറുതെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങേറുള്ള കാര്യമാണ്. അപ്പോൾ ആ വർത്താനം എന്തിനിപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടോ. വെറുതെ ഇങ്ങനെ പറയേണ്ട ഒരു ഇത് വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. പിന്നെ നമ്മളെ എന്താ വർത്താനം കേട്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസംഗമാണോ ചോദിച്ച്. ആ പ്രസംഗം കണ്ടിരിക്കണതിൽ തന്നെ നമുക്ക് സന്തോഷമുള്ളൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതന്നെ സങ്കടം. വീട്ടിലേക്ക് ഞാൻ ഇപ്പം ഇന്നലെ പോകണം വിചാരിച്ചു, ഇന്ന് പോകണം വിചാരിച്ചു, ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ 2 ദിവസം കഴിയട്ടെ വിചാരിച്ച് 2 ദിവസം കാത്തിരിക്കണം. അപ്പോൾ പോകാൻ പറ്റുകയാണെങ്കിൽ ഇല്ലെങ്കിൽ എന്തായാലും ഞാൻ പോകും. കാരണം എനിക്ക് എൻ്റെ അച്ഛനങ്ങനെ നിൽക്കുന്ന സമയം, പിന്നെ എൻ്റെ അമ്മ എന്തായാലും അവനവൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇനി സ്കൂൾ തുറന്നപ്പോൾ അടുത്തൊന്നും പോക്കുണ്ടാവില്ല. പോയി പോരാന്നല്ലാതെ നിന്ന് പോരലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പോകണം. അത് നമ്മളെ കൂട്ടുകാരോട് പറയണത് എന്താ വെച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചാണ്ടാക്കാം. പിന്നെ ഇവിടെ അപ്പോൾ ചിലവർ കരുതുന്നത് ഹസ്ബൻഡിനോടൊന്നും പറയലില്ലേ, ചിലവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും കേട്ടോ. പിന്നെ പറയാതെക്കോ പറയലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ തന്നെയല്ലേ, നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാരോട് നമ്മൾ ഓരോ വർത്താനം വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഈ കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. ഞാൻ എന്തൊക്കെയാണ് പറയണമെന്ന് കരുതി വന്നതേന്ന്. അപ്പോൾ സൂര്യമോള് വന്നു. പിന്നെ ഞാൻ അവളെ അവിടെ കൊണ്ടാക്കി. ഞാൻ അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോഴാണ് നാത്തൂൻ്റെ വീട് ഇവിടെയാണ്. ചെറിയ പെങ്ങളിങ്ങോട്ട് അടുത്തേക്ക് തന്നെ കല്യാണം കഴിച്ചത്. അപ്പോൾ പെങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ചിന്നൂനെയും കൊണ്ട് വന്നിക്കണം. അപ്പോൾ ഓല അവിടെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ വന്ന് വീഡിയോ ഇട്ടപ്പോൾ ഈ സംഗതി ഇരുട്ടായിക്കുണ്ടോ. അപ്പോൾ ഇന്നത്തന്നെ ശരിക്കും കാണില്ല ഇരുട്ടായതുകൊണ്ട്. അപ്പം ഞാൻ പറയണം കരുതിയ കാര്യങ്ങളൊക്കെ എന്തോ വിട്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടിട്ടു. അതുവരേക്കും ടാറ്റാ, ബായ്.